പാകിസ്ഥാന്റെ രാഷ്ട്രീയ സുരക്ഷാ മേഖലയിലെ സങ്കീർണമായ ചലനങ്ങളും തീവ്രവാദ സംഘടനകളുമായുള്ള അതിന്റെ ബന്ധങ്ങളും വീണ്ടും ആഗോള ശ്രദ്ധയുടെ കേന്ദ്ര ബിന്ദുവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി അഥവാ PPP സെനറ്ററായിട്ടുള്ള ഷെറി റഹ്മാൻ സ്കൈ ന്യൂസ് അവതാരക യെൽദ ഹാക്കിയുമായി നടത്തിയ ഒരു അഭിമുഖം ബ്രിഗേഡ് 313 എന്ന നിഗൂഢവും അൽ ഖ്വയ്ദയുമായുള്ള ബന്ധങ്ങൾ ഉള്ളതുമായിട്ടുള്ള ഭീകര സംഘടനയെക്കുറിച്ചുള്ള ചർച്ചകളെ പുനരുജ്ജീവിപ്പിച്ചിരിക്കുകയാണ്. ഈ അഭിമുഖത്തിൽ ബ്രിഗേഡ് 313ന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് റഹ്മാൻ നൽകിയ മറുപടികൾ ഒഴിഞ്ഞുമാറലുകൾ ഉള്ളതായിരുന്നു. അവർ പാകിസ്ഥാൻ ഒരു മാറിയ രാജ്യമാണ് എന്ന് ആവർത്തിച്ച് വാദിക്കുകയും ഈ ചോദ്യങ്ങളെ ഇന്ത്യയുടെ ആഖ്യാനം പ്രചരിപ്പിക്കുന്നതായി തള്ളിക്കളയുകയും ചെയ്തു. എന്നാൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ മുഹമ്മദ് ആസിഫ് നേരത്തെ നടത്തിയ ഒരു തുറന്ന പറച്ചിൽ തീവ്രവാദ ഗ്രൂപ്പുകളുമായുള്ള പാകിസ്ഥാന്റെ ചരിത്രപരമായ ബന്ധങ്ങളെ വെളിപ്പെടുത്തിയിരിക്കുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി US-നും പാശ്ചാത്യ രാജ്യങ്ങൾക്കും വേണ്ടി ഞങ്ങൾ ഈ വൃത്തികെട്ട ജോലി ചെയ്തിരിക്കുന്നു എന്ന് ആസിഫ് സ്കൈ ന്യൂസിനോട് പറഞ്ഞിരുന്നു. ഈ പ്രസ്താവന പാകിസ്ഥാന്റെ പ്രോക്സി യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചുള്ള ആഗോള സംശയങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനുമെതിരായിട്ടുള്ള അതിന്റെ തന്ത്രപരമായ നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ. ബ്രിഗേഡ് 313 എന്ന സംഘടന 2000ങ്ങളുടെ തുടക്കത്തിൽ പാകിസ്ഥാനിൽ ഉയർന്നു വന്ന ഒരു രഹസ്യ ജിഹാദി സംഘടനയാണ്. ഇതിന്റെ സ്ഥാപകനായിട്ടുള്ള ഇല്യാസ് കാശ്മീരി മുൻ പാകിസ്ഥാൻ ആർമി സ്പെഷ്യൽ സർവീസസ് ഗ്രൂപ്പ് അഥവാ SSG കമാൻഡോ ആയിരുന്നു. പിന്നീട് അവർ ഹർക്കത്ത് ഉൽ ജിഹാദി അൽ ഇസ്ലാമി അഥവാ HUJI എന്ന ഭീകര സംഘടനയിൽ സീനിയർ സ്ഥാനങ്ങൾ വഹിക്കുകയും അൽ ഖ്വയ്ദയുടെ ദക്ഷിണേന്ത്യൻ പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന നേതാവായി മാറുകയും ചെയ്തു. 2011 ഒരു US ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നതിന് മുൻപ് കാശ്മീരിയെ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഐക്യരാഷ്ട്രസഭയും ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു. 313 എന്ന പേര് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ്. പ്രവാചകൻ മുഹമ്മദിനൊപ്പം ബദർ യുദ്ധത്തിൽ പോരാടിയ 313 പോരാളികളെ സൂചിപ്പിക്കുന്നതാണ് ഈ നമ്പർ. ഈ പ്രതീകാത്മകമായ സംഘടനയുടെ അക്രമാസക്തമായ പൊതുശാസ്ത്രത്തെ ഒരു മതപരമായിട്ടുള്ള ആഖ്യാനവുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. ബ്രിഗേഡ് 313 എന്ന ഒറ്റപ്പെട്ട സംഘടനയല്ല ഇത്, മറിച്ച് അൽ ഖ്വയ്ദയുടെ ലഷ്കർ അൽ സിൽ അഥവാ ഷാഡോ ആർമി എന്ന വിഭാഗത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. താലിബാൻ, ജയ്ഷ് ഇ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ, HUJI, ലഷ്കർ ഇ ത്വാഗി, ജുവദ്ദ തുടങ്ങിയിട്ടുള്ള നിരോധിത ഭീകര സംഘടനകളിൽ നിന്നാണ് ഇവർ തങ്ങളുടെ അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാൻ സൈന്യത്തിലെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങളിലെയും ഉദ്യോഗസ്ഥർ പോലും ഈ സംഘടനയിൽ അംഗങ്ങളാണ്. ബ്രിഗേഡ് 313ന്റെ പ്രവർത്തനങ്ങൾ നിരവധി ഉന്നത സംഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2003 അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് പർവേസ് മുഷറഫിനെ വധിക്കാനുള്ള ശ്രമത്തിൽ ഈ സംഘടന ഉൾപ്പെട്ടിരുന്നു. 2008 താലിബാനുമായുള്ള ബന്ധങ്ങൾ വെളിപ്പെടുത്തുന്നുവെന്ന് ഭീഷണിപ്പെടുത്തിയ വിരമിച്ച SSG ഓഫീസർ മേജർ ജനറൽ ഫൈസൽ അൽവിയെ കൊലപ്പെടുത്തിയതും ബ്രിഗേഡ് 313 ആയിരുന്നു. 2009 റാവൽപിണ്ടിയിലെ പാകിസ്ഥാൻ ആർമി ജനറൽ ഹൈക്വാർട്ടേഴ്സിൽ അഥവാ GHQയിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൽ 17 പേർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. ഇതിന്റെ ഉത്തരവാദിത്വവും ഈ സംഘടന ഏറ്റെടുത്തു കഴിഞ്ഞു. അതേ വർഷം അഫ്ഗാനിസ്ഥാനിലെ ഗോസ്റ്റ് പ്രവിശ്യയിൽ US ആസ്തികളെ ലക്ഷ്യമിട്ട് നടന്ന ഒരു ചാവേർ ആക്രമണത്തിലും ബ്രിഗേഡ് 313ന്റെ പങ്ക് വെളിവായിട്ടുണ്ട്. 2011 ഒസാമ ബിൻ ലാദന്റെ കൊലപാതകത്തിന് പ്രതികാരമായിട്ട് കറാച്ചിയിലെ പാകിസ്ഥാൻ നാവികത്താവളത്തിൽ നടന്ന ആക്രമണത്തിൽ 14 സൈനികർ കൊല്ലപ്പെട്ടു. ഇതിനും ബ്രിഗേഡ് 313 ഉത്തരവാദിയായിരുന്നു. ഈ സംഘടനയ്ക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും യൂറോപ്പിലും ആഗോള ഭീകര പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെട്ടിരുന്നു. 2009 ന്യൂയോർക്ക് സബ്വേ ബോംബിംഗ് ഗൂഢാലോചനയിലും ഡെൻമാർക്കിലെ ജിലാൻസ് പോസ്റ്റൻ പത്രം ആക്രമിക്കാനുള്ള പദ്ധതിയിലും ഇല്യാസ് കാശ്മീരിക്ക് പങ്കുണ്ടായിരുന്നതായി സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി അഥവാ CIA രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷെറി റഹ്മാന്റെ അഭിമുഖത്തിൽ യെൽദ ഹാക്കിം ബ്രിഗേഡ് 313ന്റെ കാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ടെററിസം റിസർച്ച് ആൻഡ് അനാലിസിസ് കൺസോർഷ്യം അഥവാ TRC വിലയിരുത്തലുകൾ ഉദ്ധരിച്ചാണ് ചോദ്യങ്ങൾ ഉന്നയിച്ചത്. പാകിസ്ഥാനിലെ അൽ ഖ്വയ്ദ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ സംഘടന ഇന്ത്യയെ ലക്ഷ്യമിട്ടുള്ള നിരവധി ആക്രമണങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് ഹാക്കിം ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ റഹ്മാൻ ഈ ഉറവിടങ്ങളുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്തു. നിങ്ങൾ ഉദ്ധരിക്കുന്ന മിക്ക അന്താരാഷ്ട്ര വിശകലന വിദഗ്ധരും ഇന്ത്യയുടെ ആഖ്യാനവുമായി യോജിക്കുന്നവരാണ്.
അവർ ഇന്ത്യയുടെ കഥ മാത്രമാണ് പറയുന്നത് എന്ന് ജെയ്ഷെ ഇ മുഹമ്മദ് നേതാവ് മസൂദ് അസ്ഹറിന്റെ 10 കുടുംബാംഗങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ടുവെന്ന ജെയ്ഷെ മുഹമ്മദിന്റെ അവകാശവാദത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ റഹ്മാൻ ഇന്ത്യയിലെ ആഭ്യന്തര കലാപങ്ങളിലേക്ക് സംഭാഷണം തിരിച്ചുവിടാൻ ശ്രമിച്ചു. ഇന്ത്യയിൽ 100 കലാപങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ ഉത്തരവാദികളാണോ എന്ന് അവർ ചോദിച്ചു. ഇത്തരം ആരോപണങ്ങൾ എളുപ്പത്തിൽ കെട്ടിച്ചമയ്ക്കാൻ കഴിയുന്നതാണ് എന്നും തങ്ങൾക്കും വസ്തുതാ പേജുകളും ഡിജിറ്റൽ ഡോസിയറുകളും ഉണ്ടാക്കാമെന്നും റഹ്മാൻ സൂചിപ്പിച്ചിരുന്നു. ബ്രിഗേഡ് 313ന്റെ പ്രവർത്തന രീതി വൈറ്റ് ലേബൽ തന്ത്രമാണ്. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയിട്ടുള്ള സംഘടനകൾ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം പരസ്യമായി ഏറ്റെടുക്കുമ്പോൾ ബ്രിഗേഡ് 313 നിഴലിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അൽ ഖ്വയ്ദയ്ക്ക് തന്ത്രപരമായ നിഷേധിക്കൽ സാധ്യത നിലനിർത്താനും അതേപോലെ തന്നെ പാകിസ്ഥാൻ ഭരണകൂടത്തിന് അന്താരാഷ്ട്ര നിരീക്ഷണം ഒഴിവാക്കാനും സഹായിക്കും. പാകിസ്ഥാന്റെ ഗോത്രവർഗ മേഖലകൾ, ബലൂചിസ്ഥാൻ, കറാച്ചി, ലാഹോർ തുടങ്ങിയിട്ടുള്ള നഗര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഈ സംഘടന സജീവമാണ്. ഹഖാനി നെറ്റ്വർക്ക്, ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയിട്ടുള്ള ജിഹാദി വിഭാഗങ്ങളുമായിട്ടുള്ള സഹകരണം ദക്ഷിണേന്ത്യൻ ഭീകരവാദ മേഖലയിൽ ബ്രിഗേഡ് 313നെ ഒരു പ്രധാന ശക്തിയാക്കി മാറ്റിയിരിക്കുന്നു. പാകിസ്ഥാന്റെ തന്ത്രപരമായ ആഴം എന്ന ദീർഘകാല തന്ത്രത്തിന്റെ ഭാഗമായാണ് ഇത്തരം പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിക്കുന്നത് എന്ന് വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുമായും അഫ്ഗാനിസ്ഥാനുമായും ബന്ധപ്പെട്ടിട്ടുള്ള നയങ്ങളിൽ. ഇല്യാസ് കാശ്മീരിയുടെ മരണശേഷം ഷാ സാഹിബ് എന്ന വ്യക്തിക്ക് ബ്രിഗേഡ് 313ന്റെ നേതൃത്വം കൈമാറിയതായി വിശ്വസിക്കപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ദി റെസിഡന്റ് ഫ്രണ്ട് അഥവാ TRF, പീപ്പിൾസ് ആന്റി ഫാസിസ്റ്റ് ഫ്രണ്ട് അഥവാ PAFF തുടങ്ങിയിട്ടുള്ള പുതിയ പ്രോക്സി സംഘടനകളുടെ ഈ ഗ്രൂപ്പ് കാശ്മീരിൽ സജീവമായ പ്രവർത്തനങ്ങൾ തുടരുന്നുമുണ്ട്. പാകിസ്ഥാൻ ഔദ്യോഗികമായി ബ്രിഗേഡ് 313നെ നിരാകരിക്കുമ്പോഴും അന്താരാഷ്ട്ര വിശകലന വിദഗ്ധർ പാകിസ്ഥാന്റെ സുരക്ഷാ സ്ഥാപനങ്ങളിലെ ചില വിഭാഗങ്ങളുടെ മൗനാനുവാദത്തോടുകൂടിയോ സഹായത്തോടുകൂടിയോ ഈ സംഘടന പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. തീവ്രവാദത്തിനെതിരെ പോരാടുന്നുണ്ട് എന്ന് പാകിസ്ഥാൻ പരസ്യമായി പ്രഖ്യാപിക്കുമ്പോഴും ബ്രിഗേഡ് 313ന്റെ തുടർച്ചയായ പ്രവർത്തനങ്ങളും അതിന്റെ അധാരതയും രാജ്യത്തിന്റെ ഭൂതകാല ബന്ധങ്ങളിൽ എത്രത്തോളം മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. ഷെരീർ റഹ്മാന്റെ ഒഴിഞ്ഞുമാറലുകളും ഗവാജ ആസിഫിന്റെ തുറന്ന പറച്ചിലുകളും പാകിസ്ഥാന്റെ തന്ത്രപരമായ നയങ്ങളിലെ വൈരുദ്ധ്യങ്ങളെ വെളിവാക്കുന്നു. ഇത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിരീക്ഷണത്തിന് കീഴിൽ തുടരുന്നുണ്ട് എന്നത് വ്യക്തമാണ്.